ജിത്തുഭായ്, രേണു സുധി രേണു സുധി. അപ്പോൾ എല്ലാ ചാനലിന്റെ ഐശ്വര്യം ഇപ്പോൾ രേണു സുധി ആണ്. അപ്പോൾ വിഷയം ഇപ്പോൾ ഈ ഒരു കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, നമ്മൾ വൈബർ ഗുഡ് ദേവുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നൊരു ഇൻ്റർവ്യൂ. അതിനകത്ത് രേണു പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളും, പിന്നെ രേണുവിനെതിരെ ഇപ്പോൾ ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ടല്ലോ, താജ് എന്ന് പറഞ്ഞിട്ടുള്ള സുധീര ഫ്രണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ കുറേ വെളിപ്പെടുത്തലും ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു കോണ്ടന്റാണ്. ഓക്കെ, കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, എൻജോയ് ചെയ്യുക. അല്ലാത്തവർക്കൊക്കെ അടുത്തൊരു കോണ്ടന്റിലേക്ക് എത്തി നോക്കാവുന്നതാണ്, ഇതേ ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിലോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വൈബർ ഗുഡിൻ്റെ ഒരു പുതിയ പരിപാടിയാണ്, പുതിയ സംരംഭമാണ്. ഒരു കാര്യം ആദ്യം പറയാം, വൈബറിന് ഒരാളുടെ അടുത്ത് നിന്ന് കുത്തി ചോദിച്ച സാധനങ്ങൾ എടുക്കുക എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് എനിക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലായി. കാരണം അതൊരു അപ്രീസിയേഷൻ കൂടിയാട്ടാ, അവരെ പ്രൊവോക്ക് ചെയ്യാതെ എന്നാൽ അവർക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വൈബർ ഇട്ട് കൊടുക്കും. നല്ല ജേർണലിസ്റ്റിന്റെ ഒരു ഇതാണ് വൈബർ. ഈ പരിപാടിയും കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകും. കാരണം എന്താ പറയുക, അവരത് ചെയ്ത്, കാരണം സുധി രേണു എന്ന് പറഞ്ഞ ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ ഈസിയാണ്, ഇത് പ്രൊവോക്ക് ചെയ്തില്ല. ആളെ പ്രൊവോക്ക് ചെയ്യാൻ ഭയങ്കര സുഖം, ഒരു കുറച്ച് സത്യങ്ങളുണ്ട് പറഞ്ഞാൽ മതി, ഉടനെ പ്രൊവോക്ക് ആവും. അപ്പോൾ എന്നാൽ അതിൻ്റെ ഒരു ടോണിൽ എന്ത് ചെയ്തു, വൈബർ ആ സാധനം നെഗോഷിയേറ്റ് ചെയ്തു. എന്താണെങ്കിലും നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടാലോ ജിത്തുബായ്? നമ്മൾ ഇൻട്രോ കൊടുത്ത് ആദ്യം തന്നെ മുടിപ്പിച്ച് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് നാട്ടുകാരെ. എന്ത് തൊട്ടാലും നമുക്കൊന്നും തൊടാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും വിട്ട്. കാരണം നമ്മൾ സാധാരണ ഒരു സ്ത്രീയാണ്, ഒരു സിംഗിൾ പേരന്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പിടിച്ചാലും അത് വിവാദമായി മാറുകയാണ്, അത് ഞാൻ അറിയാതെ തന്നെ. ഞാൻ മനഃപൂർവ്വം ചെയ്ത് വിവാദത്തിൽ ചെന്ന് ചാടിയാൽ ഓക്കെ ശരി, ഇത് 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അറിയുന്നത്, എടി നീ അറിഞ്ഞോ കൂട്ടുകാർ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, എന്തോന്ന് അത്, എടി നീ 2 ദിവസം മുന്നേ പറഞ്ഞില്ലേ ആ സാധനം തീർന്ന് വിട്ടുപോയെന്ന് പറയും. ഒരുപാട് ഒരു ഡൗട്ട്, ഈ രേണു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, രേണുവിന് എന്തില്ല, ഈ പറഞ്ഞ ആളുകൾ ഒട്ടും അങ്ങനെ എന്താ ഞങ്ങൾ വീഡിയോ എടുക്കുക, എന്താ പ്രശ്നം, എനി പ്രോബ്ലം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സോറി ഗൈസ്, ഒരു പോലീസ് വണ്ടി വന്നതാണ്, ഞങ്ങളിവിടെ സൈഡാക്കി ഹൈവേയിൽ രാവിലെ ഇരുന്നിട്ട് വരെ പോലീസുകാർ നമ്മളെ വന്ന് നോക്കുന്നുണ്ട്, ഹൈവേ പോലീസ്, അവരുടെ ജോലി, ഇത് നമ്മളുടെ ജോലി. ഓക്കെ, ആ ഫ്ലോ ആണ് പോയി കിട്ടിയത്. നല്ല സാറുമാർ വെൽ ഡൺ, ബിക്കോസ് ഡിസ്റ്റർബ് ചെയ്തതുമില്ല. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കുറച്ച് നമ്മളെ ബീവറേജും പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് കള്ളുടിയന്മാർ ചിലപ്പോൾ വണ്ടി നിർത്തിയിട്ട് അടിക്കുന്നു. സ്വാഭാവികമായിട്ടും കാർ സൈഡാക്കി അങ്ങനെ ചോദിക്കാൻ പാടില്ല, പക്ഷെ ബീവറേജിന്റെ സൈഡ് ആയതുകൊണ്ട് കാരണം നമുക്ക് വെള്ളവരെ ഇവിടെ വരച്ചു വെച്ചതും റോഡിന്റെ സൈഡ് തന്നതും നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോഡിന്റെ അരികിൽ. ബീവറേജിന്റെ അറ്റം സൈഡ് ആയത് കാരണം കൊണ്ട് അവർ ശ്രദ്ധിച്ചത് വളരെ നല്ലതാണ്. വെരി ഗുഡ്, വെൽ ഡൺ കേരള പോലീസ്, ഹൈവേ പോലീസ്. പക്ഷെ എപ്പോഴും വേണം, അതെ, ഇതിനൊരു വെൽ ഡൺ കൊടുക്കുക. അപ്പൊ കമ്മിങ് ടു രേണു, വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസക്കൂലിക്കോ മാസക്കൂലിക്കോ വാടകയ്ക്കോ നിർത്തിയതാണോ ഈ രേണുവിന്റെ ഫ്രണ്ട്സിനെ? അല്ല, ഈ രേണു എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് എന്താ അറിയോ, രേണുവിന്റെ വീഡിയോസ് ഒന്നും രേണു കാണാറില്ല, രേണുവിനെ കുറിച്ച് വരുന്ന വീഡിയോസ് ഒന്നും രേണു കാണാറില്ല, പക്ഷെ അദൃശ്യമായ ഫ്രണ്ട്സുകൾ വന്ന് വിവരങ്ങൾ ഇങ്ങനെ കൊടുക്കും. അതെ, അപ്പൊ അവർക്ക് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ, അങ്ങനെ രേണുവിന് വേണ്ടി കഷ്ടപ്പെട്ട് അവർ വീഡിയോ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ രേണുവിന്റെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് നമുക്ക് അരി മേടിക്കാനാണ്, ഈ കാണുന്ന രേണുവിന്റെ ഫ്രണ്ട്സ് ഇത് എന്തിനാ കാണുന്നത്? ഒരു രസം. അപ്പൊ അവര് രേണുവിന്റെ ഫ്രണ്ട്സ് ആണോ അതോ രേണുവിനെ കുത്താൻ വരുന്നവരാണോ എന്നുള്ളത് രേണു ഒന്ന് ആലോചിക്കണം. രേണുവിനെ രാവിലെ തന്നെ വിളിച്ചിട്ട് നോക്ക് നല്ലൊരു സാധനം വന്നിട്ടുണ്ട്, നോക്ക് അതേ ചോദിച്ചു, മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ? നല്ല ഫ്രണ്ട്സ് അല്ല. അപ്പൊ മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ ഒക്കെ അറിയില്ല, രേണു കാണാറില്ല, ഫ്രണ്ട്സ് ആണ്. ഇങ്ങനെ അതേപോലെ തന്നെ തങ്കച്ചൻ ചേട്ടനും കാണില്ല, അതെ, ഒക്കെ ഫ്രണ്ട്സ്, ചേട്ടനും കുറെ ഫ്രണ്ട്സ്, അത് അവരൊക്കെ അയച്ചു കൊടുക്കലാണ്. ഓക്കെ, അതൊക്കെ ഇപ്പൊ ഇനി ഇന്റർവ്യൂവിന്റെ കുറെ സാധനങ്ങൾ ഇതൊക്കെ പൊളിയും. ഇനി അടുത്തത് സാധാരണക്കാർ, മൃണാലിന്റെ ആരെങ്കിലും ആണോ? ഇനി ഡോണ്ട് ടെൽ രേണു, ഇനി സാധാരണക്കാരെ കൂടെ തട്ടിക്കൊണ്ടിരുന്ന നടക്കാം. ഇപ്പൊ നമ്മളൊക്കെയാണ് ഇവിടുത്തെ വലിയ ആൾക്കാര്. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, അതായത് രേണുവിന് പറയാം സാധാരണക്കാരിയാണ്, അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ ഈ സാധാരണക്കാരെന്ന് പറഞ്ഞ സാധനം പറ്റങ്ങട്ട് എന്താ പറയാ, ഒരു ആ വാക്കിന്റെ ഒരു അർത്ഥം തന്നെ ഇല്ലാതാക്കിയല്ലേ ഈ സാധാരണ ഇവരൊക്കെ ഈ സാധാരണക്കാരെന്നുള്ളതിന്റെ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. അപ്പൊ എന്താണെങ്കിലും രേണു
മൃണാലിന് ആരെങ്കിലും ആണെങ്കിൽ സംശയമുണ്ട്. പിന്നെയും പറഞ്ഞപ്പോൾ സാധാരണക്കാരി നോട്ട് എനിമോർ. രേണു ഒരു സാധാരണക്കാരി അല്ല ഇപ്പോൾ. ഓക്കെ, കാരണം രേണു ഒരു സെലിബ്രിറ്റിന്ന് ഇപ്പോൾ ഒരു അൾട്രാ സെലിബ്രിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അല്ലേ, അതൊക്കെ ഞങ്ങൾക്ക് കോമഡി ആയിട്ടാ തോന്നുന്നു രേണു. അല്ലെങ്കിൽ മൊത്തം കോമഡിയാണ്. ഇവള് കിച്ചുവിന് ഒരു കൺഗ്രാജുലേഷൻ പോലും തന്നില്ല. ഞാൻ അവന്റെ അമ്മയാണ്, അവന്റെ കൂട്ടുകാരിയല്ല, പുറത്തുനിന്ന് ഒരാളുമല്ല. എനിക്കിപ്പം മീഡിയ അറിയിച്ചോണ്ട് എനിക്ക് വേണേ ചെയ്യാം. എല്ലാരും നോക്കും, ആഹാ കിച്ചൊരു അതിന്റെ ആവശ്യമില്ല. ഞാൻ കോൾ ചെയ്ത് എന്റെ മകനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ കിച്ചുവിന്റെ ചാനലിൽ ഒരു 100K ആയ സമയത്ത് അമ്മയായ രേണു സുധി കൺഗ്രാജുലേറ്റ് ചെയ്തില്ല. അത് നാട്ടുകാർ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ജിൻഡോ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടപ്പോഴേ അത് ഷെയർ ചെയ്തിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആളാണ്. അത് ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എന്ത് പഴപ്പേട് കാണിച്ചാലും അത് കൺഗ്രാജുലേറ്റ് ചെയ്യും. സ്വന്തം മകന്റെ ഒരു അച്ചീവ്മെന്റ് അമ്മയായതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ ചെയ്യണം, ഞാൻ ഫോണിൽ അറിയിച്ചിട്ടുണ്ടല്ലോ. അതെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം, അപ് ടു യു. പക്ഷെ കണ്ടപ്പോൾ പറയാൻ തോന്നി. കാരണം ജിൻഡോന്റെ നമ്മളെ മുന്നിൽ വന്ന് നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അഭിപ്രായം നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ മകന്റെ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടണോ വേണ്ടെന്നുള്ളത്. ബാക്കി അല്ലാത്ത കാര്യങ്ങളൊക്കെ വീട് 24/7 മീഡിയക്ക് വേണ്ടി തുറന്നു വെച്ചു കൊടുത്ത രേണുവാണല്ലോ. മീഡിയക്കാർക്ക് പുറത്ത് നോക്കുക വേണ്ടവർക്ക് തുറന്നു നോക്കി പോവാം. അങ്ങനത്തെ രേണുവിന്റെ ജീവിതത്തിൽ ഇതൊരു പ്രൈവസി രേണു കീപ്പ് ചെയ്യേണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമായി ഗോപിയേട്ടാ. ടാർഗറ്റ് ചെയ്യുമ്പോൾ അതില് പല വശങ്ങളുണ്ട്. കാരണം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുമ്പ് ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഇഷ്ടമാണ്. അങ്ങനെ പല കാറ്റഗറിയിലെ കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ എവിടെ പോകുമ്പോഴും ഈ മീഡിയ അറ്റൻഷൻ കുറച്ച്, അല്ലെങ്കിൽ എല്ലാത്തിനും മറുപടി എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത രീതിയിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ട. എന്നോട് ചോദിക്കുന്നതിന് എനിക്കൊരു മറുപടി ഉണ്ടാകും. പിന്നെ മീഡിയാസിന് മുന്നിൽ സത്യം പറഞ്ഞാൽ ഈ പ്രേക്ഷകരായി ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പോലും എന്റെ വായിൽ നിന്ന് എന്താണ് വീണത്, എന്റെ കാര്യങ്ങൾ അറിയണം. ഓഫ് കോഴ്സ്. അപ്പൊ അതൊരു മീഡിയേറ്റർ വേണം. അതാണ് മീഡിയയായിട്ട് അവര് കാണുന്നത്. അവർക്ക് ഞാനൊരു കാര്യം ചെയ്യും, ഇവർക്ക് നെഗറ്റീവ് പറയാനാണെങ്കിലും പോസിറ്റീവ് പറയാം, ഇവര് കാണുന്ന കൊണ്ടല്ലേ അവരിത് അറിയുന്നത്. ഉറപ്പായിട്ടും. പിന്നെ തീർച്ചയായിട്ടും അതുപോലെ നമ്മളൊരു ഷൂട്ടിന് ചെന്നാൽ നമ്മളല്ല മീഡിയക്കാരെ അറിയിക്കുന്നത്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെ വിളിക്കും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നവരെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഏതൊരു ചോദ്യത്തിനും ഞാൻ ഉത്തരം ഇല്ല എന്ന് പറയത്തില്ല. എല്ലാത്തിനും മറുപടി ഉണ്ട്. മറുപടി അതാണ് എന്നിൽ വരുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഒരു കുഴപ്പമായിട്ട് ചില ആളുകൾ. രേണു ഒരു എൻസൈക്ലോപീഡിയാണ്. മാത്രമല്ല രേണുവിന് ചില മാസങ്ങളിലൊക്കെ തട്ടിമുട്ടി ജീവിച്ചു പോകാൻ 1-2 കോടിയൊക്കെ വേണം. അതെ, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവരിപ്പോൾ ഈ പറഞ്ഞല്ലോ ഒരു മീഡിയേറ്ററാണ് മീഡിയ എന്നുള്ളത് ശരിയാണ്. ആ മീഡിയേറ്റർ വേണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ലേ. അല്ല, എൻ്റെ പ്രൈവസിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ എനിക്കൊരു മീഡിയേറ്റർ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എൻഡ് ഓഫ് ദ ഡേ രേണുവിന് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് വഴി അറിയിക്കാം? ആ ചാനലുകൾ അറിയിക്കാം. അപ്പോൾ അത് നിങ്ങൾ എന്താണെങ്കിലും ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ, ചിലപ്പോൾ അത് ഡെഡായിട്ട് കിടക്കണം, അതിൽ പോസ്റ്റുകളൊന്നുമില്ല. ചിലക്ക് നിങ്ങളുടെ വെല്ലുവിളിച്ചുള്ള സ്റ്റോറീസൊക്കെ കാണാറുണ്ട്, പിന്നെ കുറേ റീലുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, നിങ്ങളത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞേ, ഈ മീഡിയേറ്റർ ആയിട്ടുള്ള മീഡിയകൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഇൻ്റർവ്യൂ ചാനലുകളൊക്കെ പെടുമല്ലോ. അപ്പോൾ ഈ ചാനലുകളിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ പൈസയ്ക്ക് പോയി വിൽക്കാറില്ലേ? എൻ്റെ ഒരു ചോദ്യമാണ് രേണുവിനോട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻ്റർവ്യൂ പൈസ മേടിച്ചിട്ടാവും അല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളത് മേടിക്കുന്നുണ്ടാവും, അല്ലാതെ ചെയ്തതും ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ മീഡിയേറ്റേഴ്സിനെ നിങ്ങളായിട്ട് വിളിച്ച് വരുത്തുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം. ഇത് ഇൻ്റർവ്യൂവിൻ്റെ കേസിലാട്ടോ. ഇൻ്റർവ്യൂവിൻ്റെ കേസിന് ഞാനത് ചോദിക്കും. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട്, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ലൈക്ക് എന്തെങ്കിലും ഒന്ന് നടക്കുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷൂട്ട് നടക്കുകയാണ്, അപ്പോൾ ആ സമയത്തൊക്കെ മീഡിയനെ അവർ പ്രമോഷന് വിളിച്ച് വരുത്തിയാൽ ഞാൻ എവിടെയും രേണുവിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ഒരു വേറെ ഷൂട്ടിൻ്റെയോ ഒന്നും പ്രമോഷന് വേണ്ടി മീഡിയ വന്ന് കണ്ടിട്ടില്ല. അവരൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് രേണുവിൻ്റെ പേഴ്സണൽ ലൈഫാണ്, കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ചോദിക്കണുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണാറില്ല. ഇപ്പോൾ സപ്പോസ് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് രേണു ഒരു ഷോർട്ട് മൂവി ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് കുറച്ച് ഓൺലൈൻ മീഡിയാസിനെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിളിച്ച് വരുത്തിയെന്ന് വിചാരിച്ചു. അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരിക എന്താ, രേണുവിൻ്റെ പേഴ്സണൽ ലൈഫും നിങ്ങളും ദാസേട്ടൻ കോഴിക്കോടും തമ്മിലുള്ളൊരു ബോണ്ടും ഇതല്ലേ ചോദിക്കുക. ഇതിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് എങ്ങനെ പ്രൊമോഷൻ ആവും?
അത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ രേണു പറഞ്ഞ ആ കാര്യങ്ങളൊന്നും അതിന്റെ ഉദാഹരണമാണ് അവര് ചെയ്യുന്ന വീഡിയോസിൽ അവര് മാത്രല്ലല്ലോ, വേറെ ആളുകളുണ്ട്, അവർക്കാർക്കും ആരും ശ്രദ്ധിക്കണില്ലല്ലോ. അപ്പൊ ആ മൊത്തത്തിലുള്ള സംഭവത്തിനല്ല അത് പ്രൊമോഷൻ. മാത്രമല്ല, രേണു നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സി ആവും. രേണു നമ്മളൊക്കെ ഇതേപോലെ ഇതിലും കൂടുതൽ ഇപ്പൊ രേണു സ്വന്തം കാര്യം പറയുമ്പോൾ ഞാനൊക്കെ നാട്ടുകാരെ കാര്യം അടക്കം എല്ലാം പൊളിറ്റിക്സ് അടക്കം എല്ലാ സാധനങ്ങളും സംസാരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അഭിപ്രായം വൈറലാവുന്ന അല്ലെങ്കിൽ എയറിലാവുന്ന സിറ്റുവേഷൻ ഒക്കെ വളരെ കുറവാണ്. കാരണം എന്താ പറയുക, നമുക്ക് സെൽഫ് ഓഡിറ്റ് ഉണ്ട്. ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളെ മൈൻഡിൽ തന്നെ ഒരു 1000 വട്ടം അത് സെൽഫ് ഓഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ. സത്യം പറഞ്ഞാൽ വായത്തോങ്ങനെ എല്ലാം വിളിച്ച് പറയില്ല എന്നർത്ഥം. അതെ. അപ്പൊ അതൊക്കെ രേണുവിന്റെ സീനുകളല്ലേ, ഓരോ രേണു സീനുകൾ പിടിക്കുന്നത് ഭയങ്കര തമ്മിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ. ഇനി അടുത്ത് നോക്കാം. എനിക്കത് റോങ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയില്ല. അലിൻ ജോസ് അതും പോവാണ്. പോയപ്പോ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അലിനെ ഒരു ഡാൻസ് കളിച്ചറ എന്ന് പറഞ്ഞത് അത് എന്റെ തെറ്റാണ്. അത് ഞാൻ കുറച്ചു മുന്നേ ഞാൻ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, സമ്മതിച്ചു ഞാൻ. പക്ഷെ അത് മീഡിയ എന്നാണ് ഒരാൾ, മീഡിയ ആ ഭാഗത്ത് നിന്ന് ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒരാൾ പറഞ്ഞു. അതും എന്റെ കൂടെ അഭിനയിക്കുന്ന പ്രതീഷിന്റെ ഒരു കുട്ടി മോളുണ്ടായിരുന്നു. അപ്പൊ ഋതപ്പന്റെ ഒക്കെ അത്രയും പ്രായം, അവനെക്കാളും ഇളയ കുട്ടി. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചു. മാമൻ ഡാൻസ് ചെയ്യുമെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്, ഇവര് പോകുന്ന സമയത്താണ്. അതാണ് അവിടെ എനിക്കത് തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ അവിടെ ഡാൻസ് കളിച്ചാൽ അത് തെറ്റാണ്. ഓക്കെ, ഇപ്പൊ ഡാൻസ് കളിക്കുന്നത് ഒപ്പം കളിച്ചിരുന്നെങ്കിൽ രേണുവിനെ കുറെ കുറ്റം പറയായിരുന്നു. എന്നാലും ഞാൻ അന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട് രേണുവിനെ. അത് പറയാനുള്ള കാരണം എന്താ അറിയോ, കൊലപാതകം വലിയൊരു തെറ്റാണ്. കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നതോ അതിനും വലിയ തെറ്റാ. അതിനും വലിയ തെറ്റാ. ഇനി കൊലപാതകം നടക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതോ കൊലപാതകത്തിന്റെ അതേപോലെ തന്നെയാണ്, തെറ്റല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് അറിയാം, അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപോയിക്കോ. ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞു എന്നാ പറഞ്ഞത്. ഓക്കെ, ഒരു കുട്ടി വന്ന് പറയുമ്പോൾ കുട്ടിയുടെ ബുദ്ധി പോലും അലൻ ജോസിനില്ല, രേണുവിനും ഇല്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അലൻ ജോസിനെ വിട്. കാരണം ഒരു വ്യക്തിയുടെ ആണ്ട് ദിവസം ഓന് പിന്നെ ആണ്ട് സംക്രാന്തി ഒന്നുമില്ല. ആ കുട്ടീനെ സന്തോഷിപ്പിക്കാൻ കാണിച്ചൊരു മനസ്സ്, സന്തോഷിപ്പിക്കാൻ കാണിച്ച എന്താ ഡാൻസ്. കുട്ടി മേടിച്ച് ഓടിയിട്ടുണ്ടാവും, ടെറിട്ടറി വിട്ട് ഓടിയിട്ടുണ്ടാവും. കുട്ടി വിചാരിച്ചാൽ എത്ര വലിയ ഡാൻസ് അല്ല പിന്നെ. അപ്പൊ അത് വിട്, അലൻ ജോസിന്റെ കാര്യം വിട്. രേണു മാത്രം ചെയ്തൊരു പ്രവൃത്തി ഉണ്ടെന്ന് എന്താ അറിയോ, ചുറ്റുമുള്ള ആരും ഇവനെ ഡാൻസ് കൊണ്ടൊന്നും പറയുന്നില്ല. രേണു നിന്ന് കയ്യടിക്കുക, ഒടുക്കത്ത പ്രോത്സാഹനം. ഇപ്പൊ രേണു പറഞ്ഞല്ലോ ഞാൻ ഡാൻസ് ഒപ്പം കളിച്ചില്ലല്ലോ. ഒപ്പം കളിക്കേണ്ട ആവശ്യം എന്താ, അപ്പുറത്ത് ബാക്കിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ജനങ്ങൾ കണ്ടല്ലേ രേണു. അപ്പൊ ആ ന്യായീകരണം എന്തായി, പൊട്ടേ. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കുറെ പൈസ കിട്ടി, കോടികൾ കിട്ടി, ഞാൻ എടുത്ത് പൂഴ്ത്തി വെച്ചേക്കുക എന്നാണോ ആളുകൾ പറയുന്നത്? കറക്റ്റ് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം 9-ന്റെ അന്നാണ് പൈസ, സത്യം പറഞ്ഞാൽ ഞാൻ കിച്ചു നോക്കുക പൈസ വരുന്നുണ്ട്. കറക്റ്റ് 75 രൂപ ഉണ്ടായിരുന്നു. ഞാനും കിച്ചു, അപ്പം കിച്ചു എന്നെ ഒരു വോയിസ് കേൾപ്പിച്ചു സൂചേട്ടന്റെ സൂചേട്ടൻ ഒരു പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്താണ്, എക്സ്പൾസ് എന്ന് പറഞ്ഞ ബൈക്ക് മോന് മേടിച്ചു കൊടുത്തായിരുന്നു. അത് CC-ക്കാർ കൊണ്ടുപോയി. ഏട്ടൻ മരിക്കുന്നതിന് 2-3 ആഴ്ചക്ക് മുന്നേ ഏട്ടന് വിഷമമായി. ഞാൻ പറഞ്ഞു സൂചേട്ടൻ വിഷമിക്കണം, നമുക്ക് അടുത്ത പൈസ കിട്ടും, അവന് മേടിച്ചു കൊടുക്കും. 2 പേർക്കും വിഷമമായിരുന്നു, കിച്ചുവിന് വിഷമം. അപ്പം ഇതുവരെ കേൾപ്പിക്കാത്തൊരു വോയിസ് സൂചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കിച്ചു എന്നെ കേൾപ്പിക്കുക. അമ്മ അച്ഛൻ്റെ വോയിസ് കിട്ടും. ഞാൻ കേട്ടപ്പോഴത്തേന് മക്കളെ, അച്ഛൻ അടുത്ത 2-ാം തീയതി സാലറി കിട്ടുമ്പോൾ എൻ്റെ മോന് ബൈക്ക് മേടിച്ച് തരാം, എങ്ങനെയും മേടിച്ച് തരാം. ഇതെനിക്ക് തകർന്നു പോയി. കാരണം മരിച്ചതിന് ശേഷമാണ് ഞാനിത് കേൾക്കണത്, അവന്റെ ഫോണിൽ കേൾക്കണത്. ഞാൻ പറഞ്ഞു കിച്ചു വേഗം വാ. അപ്പൊ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവര് ഒരു ഫ്രണ്ടിന് രണ്ടും നോക്കി ഒരു 69 രൂപയാണെന്ന് തോന്നുന്നു ബൈക്കിന്, സെക്കൻഡ് ബൈക്ക്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ ബൈക്ക്, മഞ്ഞ കളറിൽ. എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല, ബൈക്കിന്റെ പേരൊന്നും അറിയത്തില്ല. ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. ബാക്കി പൈസ എന്താണെന്ന് അറിയത്തില്ല, ചെലവ് കാര്യങ്ങൾ. അല്ലാതെ അതിനകത്തൊന്നും 1 രൂപ എടുത്ത് രേണു സുധി പൂഴ്ത്തി വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അത് സുധിയുടെ അക്കൗണ്ടിലേക്ക് സുധിയുടെ മരണശേഷം വന്ന എമൗണ്ട് എന്ത് കാണിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആര് പറഞ്ഞത്. അതിലിപ്പോ രേണു പറഞ്ഞൊരു എമൗണ്ട് തന്നെയാണോ വന്നതെന്നുള്ളതൊന്നും നമുക്ക് ഐഡിയ ഇല്ല. രേണു പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, അതേ നിവർത്തിയുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ഒരു എമൗണ്ട് വന്നു, അത് രേണു ഉപയോഗിച്ചു, അല്ലെങ്കിൽ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. നിങ്ങളത് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കുടുംബത്തിൽ നമ്മളുടെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ തന്നെ തട്ടിമുട്ടിയും കടം മേടിച്ചും അത്രയും കഷ്ടപ്പെട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ലൈഫിലെ ഇൻകം സോഴ്സ് ആയ വ്യക്തി ഇല്ലാതാവുകയാണ്. ആ സാഹചര്യത്തിൽ ലൈഫ് എങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നമുക്കില്ല. കാരണം നമ്മളെ വീട്ടിലേക്ക് പൈസ കൊണ്ടുവന്നിരുന്ന വ്യക്തിയാണ് മരണപ്പെട്ടു പോയത്. ആ സാഹചര്യത്തിൽ ഇപ്പം മക്കള് ചെറിയ കുട്ടികളാണ്, അവർക്ക് വലിയ എന്താ പറയുക അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അല്ലേ.
അവരച്ഛൻ ഉള്ളതിന്റെ മുന്നേ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോരുന്നേ കുട്ടികളായതുകൊണ്ട് അച്ഛൻ ഇല്ലാതായി എന്നുള്ള വ്യത്യാസം ആ മാത്രമേ സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ ആ ഫിനാൻഷ്യൽ സാധനത്തിനെ കുറിച്ചൊന്നും അവർക്ക് വലിയ അറിവ് ബോധടാവില്ല. അങ്ങനെ ഒരു മകൻ ഇപ്പൊ വന്ന് പറഞ്ഞു തന്നെ വെക്കട്ടെ. ഇപ്പൊ നോർമലി ഞാനാണെങ്കിൽ എന്താ പറയാ വെച്ചെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ. കാരണം നമ്മുടെ മുന്നിലേക്ക് ഇനി ലൈഫ് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. കാരണം അന്നൊന്നും ആരൊക്കെ സഹായിക്കില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ആ പൈസ ഒറ്റയടിക്ക് എടുത്ത് ചിലവാക്കും എന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ എന്ത് ചെയ്യും, അത് എടുത്ത് വെക്കുകയും ഞാൻ ചെയ്യുള്ളൂ പേഴ്സണലി. ഇപ്പോൾ അത് എത്രയോ വലിയ ആഗ്രഹം ആയിക്കോട്ടെ ആ വ്യക്തിൻ്റെ, നമ്മൾ സെൽഫായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി സെൽഫ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമ്മളുടെ പാരൻസിൻ്റെയോ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ ആഗ്രഹം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫുൾഫിൽ ചെയ്യുള്ളൂ. മാത്രമല്ല നമ്മളെ മക്കളോടുള്ള എൻ്റെ സ്നേഹം ഇങ്ങനെയാണെന്നൊന്നും കാണിക്കേണ്ട ഒരു സമയമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മാത്രമല്ല നമ്മൾ സാധാരണ ഒരു അമ്മമാരെന്താ ചെയ്യുക, അപ്പം ചെയ്യേണ്ടത് വീട്ടിൽ അപ്പത്തെ സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും, നമ്മളെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു നമ്മളെ ലൈഫ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ആ ഒരു, അതായത് മൂത്ത മോനും കൂടിയാണ്, അതിനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ബൈക്കും മേടിച്ചു കൊടുത്ത് ഈ അടിച്ചു പൊളിച്ചോ, ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങളുണ്ടെന്ന് എല്ലാം ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തുതരാം, അച്ഛൻ്റെ പൈസ വരുന്നുണ്ടല്ലോ എന്നല്ല പറയേണ്ടത്. അത് മാത്രമല്ല ഇതിൽ വേറൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. നമ്മളെ വീട്ടിലിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്നും വേണ്ടായിരുന്നു, നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇപ്പോൾ അച്ഛനോ അമ്മയോ നമ്മളെ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഹസ്ബൻഡ് മരിക്കാം, വൈഫ് മരിക്കാം, ബ്രദർ മരിക്കാം, ആരെങ്കിലും ഒരാൾ ബ്ലഡ് റിലേഷനിൽ മരിച്ചു എന്ന് വിചാരിച്ചോ, അങ്ങനെ ആകുമ്പോഴും നമുക്ക് അവരുടെ പൈസ എടുക്കാൻ പറ്റില്ല അവരുടെ പേരിൽ വന്ന്. അതറിയോ? അതായത് ഒരാളുടെ മരണശേഷം അയാളുടെ അക്കൗണ്ടിലുള്ള പൈസ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വൻ പ്രശ്നങ്ങളാണ്. അതെന്നറിയോ, ഇവർ ആ ഒരു സമയത്ത് ആ സിറ്റുവേഷനെ കളിയാക്കി ഇതാക്കി പറയല്ല. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ അവസ്ഥകളും കഷ്ടപ്പാടുകളും ആയിരിക്കും. ആകെ ഒരു വരുമാന മാർഗ്ഗം ഉള്ളത് സുധീന്റെ അടുത്താണ്. ഇവരെന്നെ ഈ കൊറോണയുടെ സമയത്തൊക്കെ ഫുള്ള് കടം ചോദിച്ചും പ്രശ്നം ഉണ്ടായിട്ടൊക്കെ നടന്ന ടീമല്ലേ, അങ്ങനെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്, അതായത് അവരിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആര് എന്തൊക്കെ സംഭവിച്ചാലും മക്കളെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ അമ്മേന്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കാര്യമല്ല. പക്ഷെ അവരെ സിറ്റുവേഷൻ ഇതാണെന്ന് അവർ നമ്മളോട് തുറന്നു പറഞ്ഞ് ഇനി ആ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകണമെന്നുണ്ടാകും ആൾക്കാർ പൈസ അയച്ചു കൊടുക്കും. അതെ, അങ്ങനെയുള്ള പൈസ എടുത്തു കൊടുത്തിട്ട് മോനെ നീ നിന്റെ ആഗ്രഹം തീർത്തിട്ട് പാടാന്ന് പറയുമ്പോഴാണ് നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഈ പൈസ അയച്ച ആരും ഇത് സുധി മരിച്ചു പോയപ്പോൾ മകൻ നിങ്ങളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബൈക്ക് എടുത്തു കൊടുക്കാനെന്ന് പറയുമ്പോൾ 9ാം ദിവസം പൈസ അയച്ചെന്നവരാരും ബൈക്ക് എടുത്തു കൊടുക്കാൻ പൈസ അയച്ചെന്നവരായിരിക്കില്ല. അവരൊക്കെ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, കുട്ടികളുടെ എന്താ പറയാ പഠിപ്പ്, വസ്ത്രം, ഒരു കലാകാരനാണ് സുധി, അപ്പൊ അയാളെ മക്കളും ഭാര്യയും ഭക്ഷണം കഴിക്കാതിരിക്കരുത് വിചാരിച്ചിട്ടാ കൊടുക്കണം. അങ്ങനെ അയച്ചു. ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ 79,000 80,000 അയച്ചതല്ലോ, 1000 100 10 അങ്ങനെയൊക്കെ ആവുന്ന പൈസ ആയിരിക്കുമല്ലോ അത്. അപ്പൊ അതൊരു കാര്യം രേണുവിന്റെ ഇഷ്ടമാണ് അങ്ങനെ മേടിച്ചു കൊടുക്കണോ വേണ്ടെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എനിക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്, ഞാനത് പറഞ്ഞു. അടുത്ത് നോക്കാം. അതാണ് ഇവർ ഈ പറയുന്ന കോടികളുടെ തുക. അപ്പോ ഇൻഷുറൻസ് ക്ലെയിം ആരാ ഇത് പറഞ്ഞ? ഇൻഷുറൻസ് താജുദ്ദീനാണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത്? എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് എമൗണ്ട്, ഈ പൈസകളൊക്കെ എവിടെ പോകുന്നു? ഓക്കെ, ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നും അല്ല. ഇനിയൊരു കാര്യം, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ എനിക്ക് തന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്ലെയിമിന്റെ ഇത് നടത്തുന്നത് എന്ത് വേദനപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്ന അറിയും? സുധിച്ചേന്റെ ജീവൻ ബലി കൊടുത്ത പൈസ ആയിരിക്കും അത്, അല്ലേ? അത് എനിക്ക് പൂഴ്ത്തിയെടുത്ത് തിന്നാനുള്ളതല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. സുധിച്ചേന്റെ അമ്മയ്ക്കൊരു ഭാഗമുണ്ട് നിയമപരമായിട്ട്, സുധിച്ചേന്റെ മൂത്ത മകൻ കിച്ചുവിനുണ്ട്, ഇളയ കുഞ്ഞിനുണ്ട്. ആ ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനറാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത്. കേസ് നടന്നുകൊണ്ട് പിന്നെയുള്ള ഭാഗം സുധിച്ചേട്ടന് നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക്, അതാണ് കേസ് നടക്കുന്നത്. അപ്പം ഈ ഒരു കേസ് നടക്കുന്നല്ലാതെ അതിനെപ്പറ്റി ഒരു പൈസയും ഞങ്ങൾക്ക് കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഇയാളെ എനിക്ക് എങ്ങനെ അറിയുന്നത്? നിങ്ങളുടെ അടുത്ത് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇയാളെ അറിയുന്നത് ഞാനും സുധിച്ചേട്ടനും ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുക, കുഞ്ഞു കയ്യിലുണ്ട് സുധിച്ചേട്ടൻ്റെ. ഫ്രണ്ടിൽ ഒരു കാറ് പോയപ്പോൾ ബാബുട്ടെ ഇത് പഴയ ഒരു കലാകാരൻ, ഇപ്പം വിളിക്കാൻ മക്കളെ എന്ന് ഇയാളെ വിളിച്ചു. ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു, എന്നെ പരിചയപ്പെട്ടു, കുഞ്ഞിനെ പരിചയപ്പെട്ടു. എന്നിട്ട് ഇയാൾ പറഞ്ഞ വർത്താനം, അയ്യോ മോളെ നീ സുധിക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ല, മിടുക്കിയാ കേട്ടോ, നീ സന്തോഷമായിട്ടിരിക്കും, സുധിയുടെ ലൈഫൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു, നീ നന്നായിട്ടിരിക്കും, കുഞ്ഞിനെയും കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചല്ലോ പോയി. ആ സമയത്താണ് ലോക്ക്ഡൌൺ ടൈം വരുന്നതും പ്രശ്നങ്ങളുണ്ടാകും. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്. അന്ന് ഇയാളുടെ അടുത്ത് എന്താ പറയാ സുധിച്ചേട്ടൻ സംസാരിച്ചാൽ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത്, ഞാൻ അയാളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ സുധിച്ചേട്ടൻ്റെ മരണമെല്ലാം കഴിഞ്ഞിട്ട്
അനുസ്മരണം വന്നു. അന്നാണ് പിന്നെയും പുള്ളിയും കുറെ ആൾക്കാരും വന്ന് എൻ്റെ അമ്മയുടെ അമ്മ കാക്കമ്മയുടെ കുറെ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ യൂട്യൂബിലിട്ട് അയാളെ പൈസ മേടിച്ചെന്ന് തോന്നുന്നു. അതുപോലെ എൻ്റെ അടുത്ത് മോളെ കിച്ചുവിന്റെ കുറ്റം ഞാൻ പറഞ്ഞു, ഇയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മോളെ അവൻ ശരിയല്ല കേട്ടോ, അവനെ സൂക്ഷിച്ചോണം, അവൻ പൈസ മേടിക്കും ഇതാന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ആരുടെ മുന്നിൽ. ഈ ഫോണിനകത്ത് ഇയാളുടെ തെളിവുണ്ട്, ഇയാൾ നേരിട്ട് പറഞ്ഞല്ലേ, ഞാൻ എന്നിട്ട് ഒന്നും വേണ്ടില്ല. ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയത്തില്ല. താജ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇപ്പൊ എന്ത് പറയുന്നത് ഈ പറയുന്നത്. അതായത് ഈ താജ് എന്ന് പറഞ്ഞ വ്യക്തി ഇവരെ ആയിട്ട് ഇങ്ങനെ പ്രശ്നത്തിലാവുന്നത് ഈ വീടിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് ഇവര് ഇന്റർവ്യൂ കൊടുത്തപ്പോ ഈ താജിന്റെ പേര് പറഞ്ഞ മുതലാണ്. ഞാൻ പറയുന്നത് താജ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഇത്ര വലിയ ക്ലീൻ ചീട്ടാന്ന് ഞാൻ പറയുന്നില്ല. അയാൾക്കും ഈ സമയത്ത് മാക്സിമം എന്ത് അയാളുടെ ഒരു ഫെയിമിന് വേണ്ടി അയാളും ചാനലിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും വന്നിരുന്ന് പുറത്ത് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇത് ടിക് ഫോർ ടാക്ക് ആണ്. ഇവിടുന്ന് കിട്ടി, അവിടുന്ന് കൊടുത്തു, ഇവിടുന്ന് കൊടുക്കുന്നു, അവിടുന്ന് കിട്ടുന്നു. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഈ ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ അവർ സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ എഗെയിൻ ഞാൻ പറയുന്നു, അതൊക്കെ പ്രൈവസിയാണ് അല്ലേ? പ്രൈവസിയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രേണു പ്രത്യേകിച്ച് രേണു ഒന്ന് സൈലന്റ് ആയ നല്ലതാണ്. കാരണം കുട്ടികൾ വലുതായി കൊണ്ടിരിക്കുകയാണ്. ഋതപ്പനാണെന്നുണ്ടെങ്കിലും മറ്റേ പയ്യനാണെന്നുണ്ടെങ്കിലും ഒക്കെ കിച്ചു ആണെങ്കിലും ഇവരിഞ്ഞി മുന്നോട്ട് വലുതാവുമ്പോൾ ഈ സംഗതി ഇങ്ങനെ കാണണ്ടേ സോഷ്യൽ മീഡിയ. ആ ചെക്കൻ ഓൾറെഡി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കണ്ട് അവർക്കൊരു ഓക്കെ. ഇവര് വലിയ സംഭവമായിട്ട് ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ കുട്ടികളെ പ്രൈവസി ഒക്കെയാണ് ഇല്ലാതെയാണ്. കിച്ചുവിന് പിന്നെ അവന്റെ കാര്യങ്ങൾ പറയാൻ 22 വയസ്സ് കഴിഞ്ഞു. ആ ചെറിയ പയ്യനടക്കം വലിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് അവന്റെ പ്രൈവസിനടക്കാണ് കുട്ടികൾ. എന്താ വിഷയം എന്ന് പറയും, ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോയ പോലെ ഒന്നും ആവില്ല. ഇവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്താ വിഷയം സംഭവിക്കാച്ചെങ്കിൽ ഇവർ സ്കൂളിൽ പോകുന്നു, നേരെ സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ ഈ ഇൻഷുറൻസ് തുകയെ കുറിച്ചും നിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായില്ലേ അപ്പൊ പൈസ കുട്ടികൾ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. പൊടി പിള്ളേർ ഇത് ഡിസ്കസ് ചെയ്യും. മനസ്സിലായി, നിന്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടീൻ്റെ പ്രൈവസിന്റെ അവസ്ഥ ഉണ്ടാവും അല്ലേ? ആ കുട്ടിക്ക് ഒന്നും ആർക്കും ഒന്നും അറിയാത്തുണ്ടാവില്ല. അവന്റെ വീട്ടിൽ എന്തൊക്കെ അവൻ ചെയ്യണമെന്നോ എല്ലാം ആൾക്കാർ വിളിച്ചു പറയാം, നാട്ടുകാരും മുഴുവൻ അറിയാന്ന് പറയുമ്പോൾ ആകെ പ്രശ്നം. അതും രേണു ആണെങ്കിലും ചില ഇന്റർവ്യൂസിൽ എന്ത് ചെയ്യും, നേരെ പിടിച്ചു കൊടുത്തിടും. ഈ പയ്യനെ പിടിച്ചതാ സ്ക്രീനിൽ പിടിച്ചു കൊടുത്തു. ആ കുട്ടികളുടെ പ്രൈവസി നിങ്ങൾ ഒന്ന് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെരി പേഴ്സണൽ സാധനങ്ങളൊന്നും ഒഴിവാക്കി വിടും. അപ്പം പിന്നെ അപ്പുറത്തൊന്നും എന്ത് വരില്ല, അപ്പുറത്തുള്ളവർക്കൊന്നും പോവാനില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കേ പോവാനുള്ളൂ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് സൈലന്റ് ആയി മാറുമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് എവിടെയോ ഈഗോ പൊട്ടുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ട് അത് തന്നെയാണ് പ്രശ്നം. അതെ. ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞ എന്താണെന്നറിയോ, ഒരു സാറ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ, ഇയാൾ കള്ളത്തരം പറഞ്ഞ ആ ജോലിയിൽ കയറിയെന്നാണ്. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദേവു. എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിനുള്ള ജോലി അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്തതാണ്. എന്നോട് ഒരാൾ പറഞ്ഞതാണിത്. കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ് അത് ഞാൻ പറയും. കാരണം എന്നെ ഇതുപോലെ നിരന്തരം ഉപദ്രവിക്കുവാന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ്. അതുപോലെ ഡിസംബർ മാസത്തെ ഒരു ഇയാളെ വിളിച്ചു ലാസ്റ്റ് എന്നോടല്ല സംസാരിച്ചു. പപ്പായോടാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്, എന്നോടല്ല സംസാരിച്ചത്. എന്നെ ഇടയ്ക്ക് വിളിച്ച് എന്തെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കണം കേട്ടോ, നമുക്ക് അവകാശ കമ്മീഷൻ ആൾക്കാരൊക്കെ ഉണ്ട്, രേണു നിന്നെ എതിർക്കുന്നവരടുത്ത് കേസ് കൊടുക്കണം, കേസ് ഇയാൾ നിരന്തരം പറഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ എന്നതാ കാണിക്കുന്നത്. ഈ താജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ എന്തുവാ കാണിക്കുന്നത്, എന്ത് ഹെൽപ്പ് ചെയ്തത്? അയാള് പറഞ്ഞു എന്താ പറഞ്ഞ അയാള് മരണ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ശരി, അത് അയാളുടെ ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്. ഹെൽപ്പ് ചെയ്തെന്ന് അയാളെ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഫോണിൽ സംസാരിച്ചിട്ടില്ല. നേരെ ഇയാൾ സംസാരിച്ചിട്ടുള്ളത് ആ പഴയ വീട്ടിൽ അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണമെന്നല്ലാതെ ഇയാൾ എന്നിട്ട് കിച്ചുവിനെ ഫോൺ വിളിച്ച് എന്ത് മര്യാദക്കാ സംസാരിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു തന്നു ഇതല്ലേ ഇയാൾ എന്നോട് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ ഈ താജിന്റെ ജോലിയെ കുറിച്ചാണ്. സർക്കാർ ജോലിയിൽ കിച്ചുവിനോട് സംസാരിച്ച വീഡിയോ പോലെ കണ്ടു കേട്ടോ. അത് മാത്രല്ല അതാ ഞാൻ നേരത്തെ പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞത്. സംഗതി കാണുന്നുണ്ട്, ഫ്രണ്ട്സ് അല്ല. രേണുവിന്റെ ഇനി വല്ല ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കാണുന്നതാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അത് പോട്ടെ, വിട്, എന്തായാലും പൊളിയും. ഇവര് പ്രശ്നം ഇതാണ്. ഇപ്പൊ ഒന്ന് പറയും, പിന്നെ ഒന്ന് വേറെ പറയും, എല്ലാം കൂടി നാട്ടുകാർ പിടിക്കും. ഇതിൽ ഇവർ ഈ താജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജോലിയെ കുറിച്ച് പറഞ്ഞു കേട്ടോ. സർക്കാർ ജോലി ഉള്ള ഒരാളാ ഈ താജ്. എന്തോ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കയറിയതാന്ന് വേറെ ആരോ പറഞ്ഞത് കേട്ടുന്ന്. ഇപ്പൊ ഇവര് ദേഷ്യം കൊണ്ടാണ്, അതായത് ഇവരെ എന്നെ പറയാൻ നീ ആരടാന്നുള്ള ദേഷ്യം കൊണ്ടാണ് ഇയാളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ നിർബന്ധിതയാവാണെന്നാണ് പറഞ്ഞത്. അതില് രേണു മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഈ താജ് പോയി കേസ് കൊടുത്താണ്ടല്ലോ രേണു ഗോപിക്കുറി അഴിച്ച് അകത്ത് കിടക്കും. കാരണം രേണു ഇവിടെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അയാൾ കയറി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു MNC കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിലോ അല്ല, ഗവൺമെന്റ് ജോലിക്ക് കയറിയതാണ്. ഒരുപാട് നൂറുകണക്കിന് ചോദ്യങ്ങളും പ്രശ്നങ്ങളും രേണു നേരിടേണ്ടി വരും. കാരണം തോന്നണൊക്കെ വിളമ്പുണ്ടെങ്കിൽ പണിയും കിട്ടും. കാരണം ഹിയർസേ എപ്പോഴും നല്ലതല്ല,
കാരണം ഈ വിഷയത്തിൽ എസ്പെഷ്യലി PSC വെറുതെ ആണോ? അതെ. അപ്പോ PSC ഡിപ്പാർട്ട്മെന്റ് അടക്കം രേണുവിനോട് ഇയാള് കംപ്ലീറ്റ് സാധനത്തിന്, അതും ഈ താജ് എന്ന് പറഞ്ഞ വ്യക്തി 1996-ലോ 95-ലൊക്കെയാണ് എന്തിൽ കയറിയില്ല, ജോലിക്ക് കയറിയില്ലേ. അപ്പൊ അയാൾ ആ ജോലിക്ക് കയറിയതിനു ശേഷം എനിക്ക് തോന്നുന്നു അയാൾ പ്രൊമോഷന് വേണ്ടി വീണ്ടും ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ അല്ലേ പണിയാണ് രേണു. വെറുതെ ഈ പറഞ്ഞ വാവിട്ട വർത്താനം പറയാൻ നിൽക്കണ്ട. ലാലേട്ടൻ പറഞ്ഞ മാതിരി ഒളേ വാവിട്ട വാക്കും കൈവിട്ടായതോ, ക്യാമറ കാണുമ്പോ തള്ളാവൂല. അതെ, പണിയാണേ. ഇന്നലെ ഒരു കൂട്ടര് സൂചിച്ചേട്ട കൂട്ടുകാര് രേണു മരിച്ചുപോയ സുധിയെ പറ്റിയും നിന്നെ പറ്റിയും സുധിയുടെ മൂത്ത മകനെ പറ്റിയാ താജുദ്ദീൻ പറയുന്നത്. നീ ഇത് വിലക്കിക്കോണം, നീ എന്താണ് മിണ്ടായിരിക്കുന്നത്? എന്നോട് ഇന്നലെ ഒരു സിനിമാക്കാര് വിളിച്ചു, അതായത് സൂചിച്ചേട്ടന്റെ ഫ്രണ്ട്സ്, സിനിമയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, സൂചിച്ചേട്ടന്റെ സഹപ്രവർത്തക ഒരു ഫ്രണ്ടാന്നാ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല കേട്ടില്ലാത്ത ആളാ, കൊല്ലംകാരാണെന്നാ പറഞ്ഞത്. അവരെന്നെ വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുക പുള്ളി. നീ ഒരു ഭാര്യയല്ലേ, മരിച്ചുപോയ ഭർത്താവ് 2 വർഷമായി മരിച്ചിട്ട്. അദ്ദേഹത്തിന് എനിക്കൊന്ന് പൂജ ചെയ്ത് ഇരുത്തിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടല്ലോ ഹിന്ദു പ്രകാരം. അതുപോലെ ചെയ്യാത്തൊരു ആത്മാവിനെ എന്തിനിങ്ങനെ പറയുന്നു? നിനക്ക് പ്രതികരിക്കാൻ മേലെ? നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സുധി എന്ത് തെറ്റ് ചെയ്തിട്ടാ? മകൻ എന്ത് നിങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നത്? എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുപോലെ ഡിസംബറിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, നിന്റെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് സ്റ്റാറ്റസ് അയക്കാ? ഇക്കാന്നാ വിളിക്കണേ. എന്ത് സ്റ്റാറ്റസ് അയക്കാ? നീ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, അതെന്താ പുള്ളി അങ്ങനെ ചോദിച്ചാൽ? അപ്പൊ വിധവയെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മക്കളുടെ സന്തോഷത്തിനോ ഒരു പടക്കം പൊട്ടിക്കാനോ കല്യാണത്തിന് പോകാനോ ഒന്നും പറ്റത്തില്ലെന്നാണോ പുള്ളി പറഞ്ഞത്? 2 കൂട്ടരും എന്നെ വിളിച്ചു. പുള്ളിയുടെ ജോലിയുടെ കാര്യത്തിന് പുള്ളി കള്ളത്തരം എന്തോ കാണിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ ഞാനല്ല ഇത് പറഞ്ഞത്, എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞാണ്. എനിക്ക് ആരാ എന്താണെന്നൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ വേറൊരാൾ വിളിച്ച് പറഞ്ഞത് സുധിയെ മരിച്ചുപോയ സുധിയുടെ ഭാര്യനെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്ത് കാരണം കൊണ്ട്? ഐ ആം വെരി സോറി ടു സേ ദിസ്. ഈ വിളിച്ചു പറയുന്നതും ഫ്രണ്ട്സ് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന അജ്ഞാതരില്ലേ, ഒക്കെ സുധീന്റെ ആത്മാവാനെ വഴി എങ്ങനെയെങ്കിലും നിർത്തൂ. പരിചയമില്ലാത്ത ആരോ വിളിച്ചപ്പോ ഒരു സ്മെല്ല് അടിച്ചാണ്ട് ഇക്കാന്നാണ് വിളിച്ചത്. അല്ല, ഇക്കാന്ന് വിളിക്കുകയും ചെയ്തു. സുധീടൊപ്പം സിനിമയിലുള്ള ഏതോ സെലിബ്രിറ്റി ആണെന്ന് മനസ്സിലായി. എന്നാ പരിചയമില്ല, സൗണ്ടല്ലേ കേട്ടോ. അതെ, എന്റെ പൊന്നു രേണു വിറ്റാണ് കോടിയാണല്ലോ കാര്യങ്ങള്. കേട്ടിട്ടില്ല നിയമപരമായിട്ടുള്ള ഭാര്യ. തീർച്ചയായിട്ടും അതെന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയണം? കാരണം പല ആരോപണങ്ങൾക്ക് മുന്നേ ഞാൻ നിൽക്കുകയാണ്. സോ എനിക്കത് പറയണം. കാരണം ഈ എന്റെ കയ്യിലിരിക്കുന്ന 2017 മെയ് മാസത്തിൽ 7-ാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. എനിക്ക് ആ പേര് പോലും പറയാൻ താല്പര്യമില്ലാത്ത കാര്യം എന്തിനാണ് ഞാൻ പറയുന്നത്? ഒരു വോയിസിൽ ഒരു വീഡിയോയിൽ പോലും ഞാൻ അവരുടെ പേര് പോലും പറയുന്നില്ല. എന്റെ പേരാണ് എടുത്തിട്ട് പറയുന്നത്, എന്നെ പറ്റിയാണ് വൃത്തികേട് പറയുന്നത്. ഇതൊന്നും ഞാൻ കാണില്ല. ഒരൊറ്റ വീഡിയോ ഞാൻ കണ്ടില്ലേലും എന്നോട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. കൊല്ലം സുധിച്ചേട്ടന്റെയും സുധിയുടെ വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് അല്ല വന്നത്? ഓക്കെ, ശരി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധിയുടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ കൂടെ അല്ലേ, എനിക്ക് വിഷയമല്ല. അതായത് ഈ വ്യക്തിയുമായിട്ട് പക്ഷെ ഈ സമയത്താണ് അതെനിക്കറിയില്ല ഏത് വർഷമാണത്. അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടായിരുന്നു, 2013. ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ. എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി 2013 എന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സുധിയെ എനിക്ക് അറിയില്ലായിരുന്നു സുധിച്ചേട്ടനെ. ഞാൻ 2017 ആദ്യമായിട്ട് സുധിച്ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് 2013 കണക്ക് പറയുന്നത്? കണക്കൊക്കെ തെറ്റാണ് രേണു പറഞ്ഞത്. ഈ വീണ എന്ന് പറഞ്ഞ ലേഡി വന്ന് പറഞ്ഞത് എന്താ, സുധിയും വീണയും കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് സുധിയുടെ ജീവിതത്തിലേക്ക് ഒരു ചാറ്റ് വഴി വന്നതാണ് ആര്? ഈ രേണു. ഓക്കെ, അപ്പൊ അതിന്റെ കൊല്ലവും ഡീറ്റെയിൽസ് ഒക്കെ ആരെയിൽ കാണും? വീണയുടെ കാണും. കാരണം അവരുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടായതാണ്, അതുകൊണ്ടാണല്ലോ അവര് വിട്ടിട്ട് വേറെ സെപ്പറേറ്റ് ആയി പോയത്. അപ്പൊ രേണു പറഞ്ഞൊരു കാര്യം, ഞാൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ്, കൊല്ലം സുധിയിൽ എനിക്കൊരു കുട്ടി ഉണ്ട്. അതൊക്കെ നിയമപരമായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം. കല്യാണത്തിന് മുമ്പ് നിയമപരമായിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരു ആണിന് ഒരു പെണ്ണ് മെസ്സേജ് അയച്ച് ആ മെസ്സേജ് കാരണം ആ കുടുംബം തകർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആണിന്റെ അവിഹിതം, ആ പെണ്ണിന്റെ അവിഹിതം എന്നാണ് സൊസൈറ്റിയിൽ പൊതുവെ പറയാറ്. പേഴ്സണലി താല്പര്യമാണ് എന്ത്, അത് അവിഹിതമായിട്ട് കാണണോ അല്ലെങ്കിൽ ഒരു പേഴ്സണലി അയാളുടെ താല്പര്യമായിട്ട് കാണണം എന്നുള്ളതൊക്കെ
നിങ്ങളുടെ പ്രോഗ്രസീവ്നെസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അളക്കാൻ പറ്റും. പക്ഷെ പൊതുവേ നമ്മളുടെ സൊസൈറ്റിയിൽ കാണുന്ന എല്ലാ ഒട്ടുമിക്ക സോക്കോൾഡ് സൊസൈറ്റിയും പറയാറ് അവൻ്റെ അവിഹിതം, അവളുടെ അവിഹിതം, ഇതിൻ്റെ പേരിലാണ് എല്ലാതും ഒരു ബന്ധം പൊട്ടിപ്പൊളിഞ്ഞു പോവാറ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി നിങ്ങൾ ചെയ്ത പരിപാടി എന്താ? അവിടെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും ഇടയിലേക്ക് അതിൻ്റെ ഉള്ളിലാണ് കയറി ചെന്നു. അപ്പൊ അതിപ്പോ ഇനി വലിയ കാര്യമായിട്ട് ഇരുന്നിട്ട് ആ കുളം തോണ്ടിയതിനു ശേഷം അല്ലെങ്കിൽ ആ ബന്ധം ഇല്ലാതാക്കിയതിനു ശേഷം നിങ്ങൾ കാരണമാണ് ഇല്ലാതായെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സ്തുതി നിങ്ങളതായിരിക്കും. പക്ഷെ അതുവരെ ആ സ്തുതി ആരതാ? അപ്പുറത്തെ ആ ലേഡീൻ്റെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും രേണു. അപ്പൊ ബെറ്റർ എന്താ അറിയും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക അല്ലേ? അതെ, ചിന്തിച്ച് സംസാരിച്ചാൽ ബെറ്റർ ആയിരിക്കും. ഓൾറെഡി റിലേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരു സെക്സ് ചാറ്റ് കൊടുക്കുമ്പോൾ എനിക്കറിയാം അത് തെറ്റാവുമല്ലോ. ഞാൻ അതിന് ഓൾറെഡി റിലേഷൻ പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുള്ളിയുടെ അടുത്ത് ബെസ്റ്റ് സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ. അപ്പൊ പുള്ളിയുടെ വൈഫ് എന്ന് പറയുമ്പോ അവിടെ അഗെയിൻ കൺഫ്യൂഷൻ വരുന്നത്, ഇപ്പൊ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീ സൂസൈഡ് ചെയ്തു, അങ്ങനെ രീതിയിലാണ് ആ ഒരു 5 വർഷമായതേ. അപ്പോ അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഞാൻ വന്നപ്പോൾ സുധിച്ചേട്ടന്റെ ഒരു മോനെ ഉള്ളായിരുന്നു, സൂചേട്ടനും ഉണ്ടായിരുന്നു, വീട്ടുകാർക്കും അറിയാം. ഞാൻ ഏതായാലും ഒരു ഭാര്യയുള്ള നിയമപരമായിട്ട് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കെട്ടാൻ പറ്റുമോ? നിയമപരമായിട്ട് ശേഷം കെട്ടാം, എന്തേലും ആകട്ടെ. എനിക്കതിന് സൂചാണ് എന്റെ പാസ്റ്റിനെ പറ്റി അധികം ചെകഞ്ഞിട്ടില്ല, ഞാൻ ആളുടെ പാസ്റ്റിനെ പറ്റി ചെകഞ്ഞിട്ടില്ല. ആള് ഞാൻ ചോദിക്കട്ടെ, ഇവരെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ അറിയാവുന്ന ചിലപ്പോ അവരുടെ സുഹൃത്തുക്കളായിരിക്കും. പാസ്റ്റിനെ കുറിച്ച് ചെകയായിരിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് നമുക്ക് വരുന്നില്ല, പോണ്ട. അതൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാണെങ്കിൽ അന്നത് ഡിസ്കഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നോക്കാം. നമ്മളായിട്ടൊന്നിനുമില്ല. അടുത്ത കാര്യം, കയ്യിൽ നിന്ന് പോയി. അതായത് ഇത്രയും കാലം പിടിച്ചു നിന്നത് എനിക്ക് ആ സ്ത്രീ അറിയില്ല, സുധിയുടെ ആ ബന്ധം എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന രേണു ഇവിടെ പൊളിഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞ വൈബർ ഗുഡ് ആള് കൊള്ളാം, ഒന്നും പറയാത്ത അവരുണ്ടിരുന്നു, എറിഞ്ഞു കൊടുത്തു 34. സംഗതി വായന്ന് വീടും. കല്യാണം കഴിഞ്ഞിരിക്കുമ്പോൾ ഭാര്യ ഉള്ളപ്പോൾ അതൊന്ന് പിടിക്കാൻ വേണ്ടി നോക്കും ചെയ്തു. ടൈം പിടിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അപ്പത്തേക്ക് 2 ചിരിയൊക്കെ സുധിച്ചേട്ടൻ സെക്സ് ചാറ്റ് എന്ന് പറഞ്ഞ ടൈം കൊണ്ട് ഇരുന്നു. ഈ ഒരൊറ്റ ക്ലിപ്പ് മതി രേണു. ഈ വീണേനെ അറിയില്ല, സുധിയുടെ പാസ്റ്റ് അറിയില്ല എന്നൊക്കെ രേണു പറഞ്ഞത് പച്ച കള്ളമാണെന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലാക്കാൻ. എന്താ പറയുക, പൊതുജനം വിഡ്ഢിയല്ല എന്നുള്ള കാര്യം രേണു എപ്പോഴും മനസ്സിൽ വെക്കുന്നത് അല്ലേ? നല്ലതായിരിക്കുവേ. സ്വത്തുക്കൾ എന്റെ തലയിൽ അതൊക്കെ അടിച്ചു മാറ്റാനാണ് ഞാൻ നോക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കോടികൾ ഉണ്ടാക്കിയിട്ടുമല്ല അദ്ദേഹം പോയത്. അങ്ങനെ കോടികൾ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് ഈ അലഞ്ഞ് നടന്ന് ഈ ജോലി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. മനസ്സിലായോ? കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി 100 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റാനാണല്ലോ ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? ക്ലെയിമും കിട്ടി ഞാൻ അത് കളഞ്ഞെന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ കോടി 0 ബാലൻസിലാണ് എനിക്ക് ആളെ കിട്ടുന്നത്. അതുപോലെ തന്നെ പോയപ്പോഴും അദ്ദേഹം കയ്യിലൊന്നുമില്ല. നമ്മളൊക്കെ ഓരോരുത്തരും കയ്യിലൊന്നുമില്ലാതാണ് വരുന്നതും പോകുന്നതും. സോ എനിക്ക് വേണ്ടിയിട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് പാവം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. ശുദ്ധ തെമ്മാടിത്തരമല്ലേ സീരിയസ്, ശുദ്ധ തെമ്മാടിത്തരം. കാരണം സാധാരണക്കാർ എന്നാണല്ലോ രേണു സ്വയം പറയുന്നത്, സാധാരണക്കാരി. ഈ നാട്ടിലൊരു സാധാരണക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ 9ാമത്തെ ദിവസം ആ സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നാട്ടുകാർ പൈസ അയച്ചു കൊടുക്കും. നമ്പർ 1. ഒരു സാധാരണക്കാരൻ ഈ നാട്ടിൽ മരിച്ചാൽ ആ സാധാരണക്കാരന് എല്ലാവരും കൂടി ചേർന്നൊരു വീട് വെച്ചു കൊടുക്കും ഈ നാട്ടിൽ. നമ്പർ 2, ഒരു സാധാരണക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ സാധാരണക്കാരൻ്റെ മക്കളെ പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ ഇവിടെ ആളുകൾ റെഡിയാവും. നമ്പർ 4, ഒരു സാധാരണക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ സാധാരണക്കാരൻ്റെ സഹതാപത്തിൽ നിങ്ങൾക്കൊരു വർക്ക് കിട്ടും ഇവിടെ ആർക്കെങ്കിലും ഇല്ല. അപ്പോൾ സുധി നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് വെച്ചത് എന്താ അറിയോ? സുധി ഉണ്ടാക്കിയ പേരാണ്, സുധി എന്നുള്ള പേരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിന്ന് പ്രസംഗിക്കാൻ പോലും പറ്റണത്. സത്യം, ആ പേരിന്റെ ബലത്തിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയതാണ് രേണു എന്ന് പറഞ്ഞ ഇപ്പൊ ഈ കാണുന്ന പ്രസ്ഥാനം. മാത്രല്ല അവര് 100 വട്ടം ഓരോ ദിവസം വിളിച്ചു പറഞ്ഞു രേണു സുധി അങ്ങനെ പറഞ്ഞാൽ രേണു അറിയപ്പെടുന്ന സുധി എന്നുള്ള ഒരു പേരും വെച്ചിട്ടാണ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പറയാണ് 0 ബാലൻസിൽ വെച്ചിട്ട് പോയി. 0 ബാലൻസിൽ സുധി വെച്ചിട്ട് പോയോണ്ടാണ് 9ാമത്തെ ദിവസം സുധീന്റെ ആഗ്രഹം സാധിക്കുക. അവിടെയും സുധിയാണ് മകന് ബൈക്ക് എടുത്തു കൊടുത്തത്. രേണു കയ്യിൽ നിന്ന് കാശ് എടുത്തു കൊടുത്തിട്ടല്ല മേടിച്ചു കൊടുത്തത്. സുധി പോയി 9ാമത്തെ ദിവസം സുധീന്റെ സ്നേഹത്തിൽ വന്ന പൈസക്ക് എന്ത് കിട്ടി? മകൻ ആ സ്വപ്നം കിട്ടി. നിങ്ങൾക്ക് കയറി കിടക്കാൻ മക്കൾക്കൊരു വീട് കിട്ടി. ആരെ കാരണം കൊണ്ട്?
സുധി ഉണ്ടാക്കി വെച്ച റെപ്യൂട്ടേഷൻ ഇന്ന് പോരാന്ന് തോന്നുന്ന ഒരു വീട് പോലും ഉണ്ടാക്കാൻ സാധിച്ചത് ആ സുധി എന്ന് പറഞ്ഞ മനുഷ്യനായതുകൊണ്ടാണ്. സുധീന്റെ മുകളിൽ മാത്രം കെട്ടിപ്പൊങ്ങിയ ഒരു ജീവിതത്തിൽ നിങ്ങൾ സുധി 0 ആണ് ഫിനാൻഷ്യലി ഉണ്ടാക്കി വെച്ചത്. എന്തിനാ കണക്ക് പറയുന്ന സുധീന്റെ പൈസേന്റെ? ഞാൻ ഇത് വേറെ എവിടെയും വെളിപ്പെടുത്താത്തൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയും. എനിക്ക് ഇത് കേട്ടിട്ട് പൊളിഞ്ഞിട്ട് ഞാൻ പറയുന്നത്, സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഓക്കെ, സുധിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, മനുഷ്യന്മാരാണ്, ഒരുപാട് ബലഹീനതകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ പലരെയും വിളിച്ച് പൈസ ചോദിക്കാറുണ്ട്. സുധിയുടെ അടുത്ത ഫ്രണ്ട്സിനെ വിളിച്ച് പൈസ ചോദിക്കുന്നതിൻ്റെ കഥ, പലരും ഫോൺ എടുക്കാറില്ല സുധി വിളിച്ച് കഴിഞ്ഞാൽ. കാരണം രാത്രി ആകുമ്പോൾ ഇയാൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇയാൾ പൈസ ചോദിച്ചു പലരെയും വിളിക്കും, പലരും ഫോൺ എടുക്കാറില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യുക? ഇയാൾ മോനെ കുട്ടാന്ന് പറഞ്ഞ് സംസാരിക്കും, പൈസ ചോദിച്ചിട്ട് നേരെ ഫോൺ കൊടുക്കുക രേണുവിൻ്റെ കയ്യിലാണ്. രേണു ആണ് പിന്നെ വീട്ടിലെ പ്രശ്നം പറഞ്ഞിട്ട് പൈസ ചോദിക്കാറും അങ്ങനെ പൈസ എടുത്ത് കൊടുത്ത കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നിലവിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പല ആൾക്കാരും. ഇനിയിപ്പോൾ രേണുവിന് താജിനെ പോലെ അല്ല ഞാൻ വിത്ത ആളാരാന്നുള്ള പ്രൂഫ് അടക്കം ഞാൻ കൊണ്ടുവരും. എന്നെ പറഞ്ഞ ആളത് വന്ന് പറയുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് പൈസ അങ്ങനെ നിങ്ങൾക്ക് മേടിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തും നിങ്ങൾക്ക് പൈസ വന്നിരുന്നത് സുധിയിലൂടെയാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആര്? ഈ സുധി. അത് ഉണ്ടാക്കിയ പൈസ അയാളുടെ ഇഷ്ടത്തിന് ചിലവാക്കിക്കോട്ടെ, ദൂർത്തടിച്ചോ എന്തോ, ഇനി കുടുംബത്തിന് ചിലവാക്കി അയാൾ ഉണ്ടാക്കുന്ന പൈസ അയാൾക്ക് ചിലവാക്കാം. കടം മേടിച്ചിട്ട് പോലും ആ വീട്ടിലേക്ക് പൈസ കൊണ്ടുവന്നിരുന്ന ആളാണ് ഈ സുധി. മരണശേഷവും ആ വീട്ടിനെ താങ്ങുന്നതാണ് ഒരു ആര. വീടിന്റെ പേര് തന്നെ സുധിലയ എന്നാണ്. സുധിയാണ് എല്ലാം. ആ സുധീന്റെ ഫിനാൻഷ്യൽ സംഗതി നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് 0 ആണ് എന്നൊക്കെ പറയുമ്പോഴല്ലോ രേണു, സമൂഹം നിങ്ങൾ അളക്കുന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിനെന്തെങ്കിലും ഞാൻ പറയും, ഈ താജിന്റെ കുറേ ഇന്റർവ്യൂ വോയിസ് ഒക്കെ ഉണ്ട്. അയാൾ കുറേ കാര്യങ്ങൾ ഈ താജ് പറയുന്നുണ്ട്. സംഗതി ഈ താജ് ഒരു ഷോ ഓഫിനുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഇയാൾ പറയുന്ന കുറെ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ താജിന്റെ കയ്യിൽ നിന്ന് പോയ ലൈറ്റ് അതിനകത്തുണ്ട്. താജ് വാശിപ്പുറത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സുധിയുടെയും രേണുവിന്റെയും കല്യാണം നിയമപരമായിട്ട് അത് ശരിക്കും നിലനിൽക്കുമോ, സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്, നിലനിൽക്കുമോ എന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു വീഡിയോയിൽ ഇയാൾ പറയുന്നുണ്ട്. അതിൻ്റെ വിവരാവകാശമൊക്കെ കൊടുത്തിട്ട് അതേ താജ് തന്നെ വേറൊരു വീഡിയോയിൽ വന്നിട്ട് ഇത് വിധവയാണ്, സുധിയുടെ വിധവയാണ് രേണു എന്നുള്ളത് എനിക്ക് അറിയാമെന്നും പറയുന്നുണ്ട്. സോ അതൊക്കെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വാശിപ്പുറത്ത് താജ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്തവൻ അകന്നാലും അകന്നവൻ അടുത്താലും അത് ശ്രദ്ധിക്കണം എന്നുള്ളത്. മനസ്സിലായോ? അങ്ങനെ അതിൻ്റെ മുകളിൽ ബിൽഡായ ഒരു സംഗതി വാശിപ്പുറത്ത് പോലെ എനിക്ക് തോന്നി. അല്ലാത്ത പക്ഷം രേണു പറയുന്ന ഓരോ കാര്യങ്ങളും കൗണ്ടർ ചെയ്യാൻ താജിൻ്റെ കയ്യിൽ എന്തുണ്ട്? തെളിവുകളുണ്ട്, പ്രൂഫുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറയുമ്പോൾ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ മക്കളെങ്കിലും ആലോചിച്ചിട്ട്, ഇനിയിപ്പോൾ ബിഗ് ബോസിലൊക്കെ കയറാനുള്ളതാണ്, നിങ്ങൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ മീഡിയ അറ്റൻഷൻ ഒന്നും കുറച്ചില്ല, അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ഗിമിക്കുകൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം കുഴി തോണ്ടി വെച്ചത്. ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ ചോദിക്കുന്നത് കേട്ടു, രേണു സുധി ഒരു കൊലപാതകയോ കള്ളത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ, രേണു സുധി എന്താണ് സൊസൈറ്റിയോട് ചെയ്യുന്നതെന്നുള്ളത്. രേണു സുധി എന്താ സൊസൈറ്റിയോട് ചെയ്യുന്നതെന്നുള്ളത് സൊസൈറ്റിയിൽ ഇറങ്ങി നിങ്ങൾ നാട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്കുക. മനസ്സിലായി? ഇപ്പം നിങ്ങളോ ഞാനോ വേറെ ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ സൊസൈറ്റിയുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ പിന്നെയും മാറ്റി പറഞ്ഞ് പിന്നെ ഒരു അറഗൻസ് അല്ലേ സൊസൈറ്റി കാരണം നമ്മൾ ജീവിക്കണേ. അപ്പം ആ പറഞ്ഞ ആൾക്കാരടക്കം രേണുവിനെ വിളിക്കുന്നതിനാ രേണുവിൻ്റെ സെലിബ്രിറ്റി വ്യൂവർഷിപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ്. രേണു വെറുതെ നടന്ന സമയത്ത് ആരും പിടിച്ചിട്ട് രേണുവിന് ഒരു ഉദ്ഘാടനം കൊടുത്തിട്ടില്ലല്ലോ. രേണുവിന് കുറച്ച് വ്യൂവർഷിപ്പ് ഉണ്ട്. ഇപ്പം സാധാരണ ഞാൻ തുറന്നു പറയാ, ഇവിടുത്തെ ഒരു സ്റ്റാർ ഒരു ആക്ട്രസോ ആക്ടറോ വന്ന് നിന്നാൽ പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് രേണുവിന് ഉണ്ടെന്ന് കാണുമ്പോഴാണ് രേണുവിന് ഈ അടുത്ത കാരണം ഇത് തന്നെയാണ്. ലൈസൻസ് ഇല്ലാതെ പലതും വിളിച്ചു പറയുമ്പോൾ അതിന് പലതും കിട്ടുന്ന മനസ്സിലാക്കി തന്നെയാണ്. എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് പറഞ്ഞ ഈ രേണു പറഞ്ഞൊരു കാര്യം, സീറോ, അതായത് ഒന്നുമില്ല, മരിച്ചപ്പോൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞതിന്റെ മുകളിൽ ഇവരോടുള്ള ഒരു കുറച്ചെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള നിലയ്ക്ക്. അതും കൂടി പോയി കിട്ടി. വെരി ബാഡ്. നിങ്ങൾ ഈ ഇട്ട് കൊടുക്കുന്ന സൊസൈറ്റിക്ക് ആരെ അറിയോ? സുധീനെയാണ്. ഈ സുധിക്ക് മക്കളുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ പിന്നെ അങ്ങനെ ജീവിച്ചു പോകും. ഈ മക്കൾക്ക് അച്ഛൻ ഉണ്ടാക്കി വെച്ചൊരു ആ മക്കളുടെ ഒരു അഭിമാനം എന്താ? അച്ഛന്റെ ലെഗസിയാണ്. അതായത് നല്ലൊരു കൊമേഡിയൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. സുധിയെ വരെ കമന്റ് ബോക്സിൽ ചീത്ത വിളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ, തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ കാരണക്കാരി നിങ്ങൾ തന്നെയാണ്. സോ ബെറ്റർ സ്റ്റോപ്പ് ദിസ്. മരിച്ചു പോയിട്ടും ഇവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കണം, സുധീന്റെ നേരെ നോക്കിയിട്ട് കൊഞ്ഞന കുത്തുന്ന പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ബാഡാണ്. അത് പറയരുത് രേണു ഒരിക്കലും. അത് മോശം പ്രവൃത്തിയാണ് ആ പറഞ്ഞത്.